കുവൈറ്റിലുള്ള പ്രവാസികൾക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുപ്രധാന തീരുമാനം. രാജ്യത്തെ എല്ലാത്തരം സന്ദർശക വിസകളുടെയും കാലാവധി 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകി. മേഖലയിലുണ്ടായ അപ്രതീക്ഷിത വ്യോമ ഗതാഗത തടസ്സങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് വിസ കാലാവധി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കുവൈറ്റിലുള്ള പ്രവാസികൾക്ക് ആശ്വാസമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുപ്രധാന തീരുമാനം. രാജ്യത്തെ എല്ലാ സന്ദർശക വിസകളുടെയും കാലാവധി 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകി. മേഖലയിലുണ്ടായ അപ്രതീക്ഷിത വ്യോമഗതാഗത തടസ്സങ്ങൾ കണക്കിലെടുത്താണ് വിസ കാലാവധി സ്വയമേവ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഫാമിലി വിസ, ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ തുടങ്ങി എല്ലാ വിഭാഗത്തിലുംപ്പെട്ട സന്ദർശക വിസകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഫെബ്രുവരി 28 മുതൽ കാലാവധി അവസാനിച്ചതോ ഉടൻ അവസാനിക്കാതിരിക്കുന്നതോ ആയ വിസകൾക്കാണ് 1 മാസത്തെ അധിക സമയം അനുവദിച്ചിരിക്കുന്നത്. വിസ നീട്ടുന്നതിനായി അപേക്ഷകർ റെസിഡൻസി അഫയേഴ്സ് ഓഫീസുകളിൽ നേരിട്ട് പോകേണ്ടതില്ല എന്നതാണ് ഈ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സിസ്റ്റം വഴി വിസ കാലാവധി സ്വയമേ പുതുക്കപ്പെടും. ഈ കാലയളവിൽ താമസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയോ മറ്റു നടപടിക്രമങ്ങളോ ഉണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വിസ നീട്ടി നൽകിയതിനു പുറമെ യാത്രാ തടസ്സങ്ങൾ കാരണം വിദേശത്ത് കുടുങ്ങിയ റെസിഡൻസി പെർമിറ്റ് ഉള്ളവർക്കും മന്ത്രാലയം ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്ക് രാജ്യത്തിന് പുറത്തു തുടരാവുന്ന കാലാവധിയിൽ 3 മാസത്തെ അധിക ഇളവ് അനുവദിച്ചു. ഇതും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്. യാത്രാ തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന സന്ദർശകർക്കും പ്രവാസികൾക്കും വലിയ ആശ്വാസമാണ് ഈ നടപടി. മേഖലയിലെ സാഹചര്യം വിലയിരുത്തി വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ കൂടുതൽ ഇളവുകൾ നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പോർട്ടലുകൾ വഴി വിസ വിവരങ്ങൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ജനം, കുവൈറ്റ്.